നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി വന്നത് 2022 ജനുവരി 13 യൂട്യൂബിൽ കൂടെയാണ് ഞാൻ കൃപാസനത്തെ കൂടുതലായിട്ട് അറിഞ്ഞത്. യാദൃച്ഛികമായി നോക്കുമ്പോൾ അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. അത് ഞാൻ കണ്ടിന്യൂസ് വീണ്ടും കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അതെൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ പ്രസംഗം എനിക്കത് ഫീൽ ചെയ്തു. അതിനോട് കൂടെ തന്നെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേൾക്കാനായിട്ട്. അങ്ങനെ എനിക്കും വളരെയേറെ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നി. പക്ഷേ അതെനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ഒത്തിരിയും ദൂരെയാണ് നെയ്യാറ്റിൻകരയും ആലപ്പുഴയും എന്ന് പറയുമ്പോൾ. കാരണം എന്നെ കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരു അധികം ദൈവവിശ്വാസമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. ഏട്ടൻ ഒരു CSC സഭ വിശ്വാസിയായിരുന്നു. അപ്പോൾ ഞാൻ കത്തോലിക്ക സഭയും, ഏട്ടൻ കത്തോലിക്ക സഭയിലായിട്ട് മാറിയാണ് എന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്. പക്ഷേ എൻ്റെ പള്ളിയിൽ പോകാനൊന്നും അനുവദിക്കില്ലായിരുന്നു. ഞാൻ ഒരുപാട് വേദനയോടെ ഒരുപാട് വർഷം കഴിഞ്ഞു. എന്നും വീട്ടിൽ ഇതിൻ്റെ പേരിൽ വഴക്കായിരുന്നു. പലപ്പോഴും ഞാൻ വീടിൻ്റെ പുറത്താണ് കിടന്നുറങ്ങിയിരുന്നത്. പള്ളിയിൽ പോയിട്ട് വന്നാൽ എന്നെ വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു. ടെറസിന് മേലിലും പുറത്തും ഒരുപാട് ദിവസം ഞാൻ കിടന്നുറങ്ങി. എൻ്റെ കുട്ടികൾ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് എനിക്കിങ്ങനെ പള്ളിയിൽ പോകണമെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയെടുത്തു. ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാനൊരു ഭാഗ്യം അമ്മ എനിക്ക് തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്കൊരു ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ നല്ലൊരു മദ്യപാനിയായിരുന്നു. മദ്യപിച്ചിട്ട് സെർവെല്ലാം ചുരുങ്ങി ഏട്ടൻ നടക്കാൻ അധികം പറ്റാതെയായി. കാലിൻ്റെ ബാലൻസ് പോയി. നടക്കുമ്പോൾ ചെരുപ്പ് ഊരിപ്പോയാലൊന്നും അറിയത്തില്ലായിരുന്നു. അത് കാരണം കടയിൽ വന്ന് എപ്പോഴും ഇങ്ങനെ കാൽ നീട്ടി ഇരിക്കുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. ആ സമയം ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യം ഏട്ടൻ കേൾക്കത്തക്ക രീതിയിൽ ഞാൻ ഫോണിൽ ഒച്ചത്തിൽ വയ്ക്കുമായിരുന്നു. ഏട്ടനത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനത് ചേട്ടൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് വയ്ക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ അതിനു വേണ്ടി കുറേ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, നമുക്ക് കൃപാസനത്തിൽ പോകാമോ? ഏട്ടൻ്റെ കാലുവേദനയെല്ലാം മാറിക്കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഏട്ടൻ എന്നോട് പെട്ടെന്ന് ചോദിച്ചു, എനിക്കത് മാറിക്കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മാറിക്കിട്ടും, ഞാൻ പോയി ഉടമ്പടി എടുക്കാം. പക്ഷെ ഇവിടെ വരാണ്ട് ക്യാഷ് പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്യാം, നമുക്ക് പോകാം, ഏട്ടന് സുഖം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 2022 ജനുവരി 13 ഞങ്ങളിവിടെ വന്നു. വന്നപ്പോഴേട്ടന് കുറേ വിശ്വാസമൊക്കെ വന്നു. അതുവരെ മാതാവിനെയും കത്തോലിക്ക സഭയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ ചീത്ത പറയുന്നൊരു സ്വഭാവമായിരുന്നു. എൻ്റെ ചേച്ചിയും ഒരു കന്യാസ്ത്രീയാണ്. പക്ഷേ ചേട്ടനൊരു വിലയൊന്നും കൊടുത്തിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ രണ്ടാമത് വെച്ച ഒരു കാര്യമാണ് എനിക്ക് ആദ്യം ലഭിച്ചത്. ഞാനൊരു 11 വർഷമായിട്ട് ഞാൻ എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികമായി ബുദ്ധിമുട്ട് കാരണം എനിക്കത് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ജനുവരി 13 ഞാൻ ഉടമ്പടി എടുത്തു. ആ മാസം 30 എൻ്റെ മകൻ്റെ ആദ്യ കുർബാന പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വീട് പണി പൂർത്തിയാക്കിയിട്ട് മകൻ്റെ ആദ്യ കുർബാന എടുക്കാനായിരുന്നു എനിക്കിഷ്ടം. എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ മകൻ്റെ ആദ്യ കുർബാന 30 ഇന്ന് 13 ആയിട്ടുണ്ട്. ഈ 17 ദിവസം കൊണ്ട് എനിക്ക് വീട് പണി പൂർത്തിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ തന്നെ മനസ്സിൽ ചിന്തിച്ച് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. 17 ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷില്ല, സമയമില്ല. ആ സമയം ഒരു കോവിഡിൻ്റെ ടൈമായിരുന്നു, എൻ്റെ ലാസ്റ്റ് ഘട്ടമായിരുന്നു. ആ സമയത്ത് ഞാൻ കാത്തിരുന്നു, മാതാവ് എങ്ങനെയാണ് എനിക്ക് മകൻ്റെ ആദ്യ കുർബാനയ്ക്ക് മുന്നേ എൻ്റെ വീട് പണി പൂർത്തിയാക്കി തരുന്നതെന്ന് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ആ ആഴ്ചയിൽ ഞാൻ കുർബാനയ്ക്ക് പള്ളിയിൽ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, വീണ്ടും 2 ആഴ്ച ലോക്ക്ഡൗൺ പറയുന്നുണ്ട്, അത് കാരണം ആദ്യ കുർബാന മാറ്റി വെച്ചു എന്ന്. അപ്പോൾ എനിക്ക് വീട് പണിക്ക് ധാരാളം സമയം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ മോൻ്റെ ആദ്യ കുർബാനയ്ക്ക് ഒരാളിൽ നിന്നും കടം വാങ്ങി വെച്ച 20,000 രൂപ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് വീടിൻ്റെ ഫ്രണ്ടൊന്ന് വൈറ്റ് വാഷ് ചെയ്യാം, അതിന് പറ്റത്തുള്ളൂ എന്ന്. പക്ഷേങ്കിൽ വൈറ്റ് വാഷ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ വീടിൻ്റെ സകല പണികളും പൂർത്തിയാക്കാൻ മാതാവിനെ സഹായിച്ചു. വീട്ടിലിനി യാതൊരു പണിയും ഇല്ല.
അത് എൻ്റെ കയ്യിൽ ക്യാഷൊന്നും വെച്ചിട്ടല്ല, ബന്ധുക്കളും പരിചയക്കാരുമൊക്കെ വീട് പണി ചെയ്യുന്നത് കണ്ട് അമ്മ മാതാവ് വഴി എനിക്ക് ക്യാഷ് കിട്ടി. വീടിൻ്റെ പണി പൂർത്തിയാക്കി. ജനുവരി 13 ഞാൻ ഉടമ്പടി എടുത്തു. 20 വീടിൻ്റെ പണി തുടങ്ങി. ഫെബ്രുവരി ലാസ്റ്റായപ്പോൾ വീടിൻ്റെ പണി തീർന്നു. മാർച്ച് 4 അച്ഛൻ വന്ന് വീട് ബ്ലെസ് ചെയ്തു. ഞങ്ങൾ പുതിയ വീട്ടിൽ താമസമായി. അതിനിടയ്ക്ക് നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വീടിൻ്റെ പണി നടക്കുന്ന സമയം ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട് പൊളിച്ചിട്ടിരിക്കുന്നത് കാരണം ഞാനും മക്കളും ആ ഷോപ്പിനകത്താണ് രാത്രി കിടന്നിരുന്നത്. ഏട്ടൻ വീട്ടിൽ തന്നെ കിടക്കുമായിരുന്നു. വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, 105 വയസ്സുണ്ട്. ഏട്ടൻ്റെ അമ്മയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെയും ഏട്ടൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലാക്കും. ഞങ്ങൾ കടയിൽ കിടന്നുറങ്ങും. ഏട്ടൻ പൊളിച്ചിട്ട് വീട്ടിൽ തന്നെയാണ് കിടന്നിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 12 മണി കഴിഞ്ഞ് 1 മണിയോട് അടുപ്പിച്ചായപ്പോൾ ആരോ ഡോറിൽ വന്ന് തട്ടുന്ന ഒരു സൗണ്ട് കേട്ടു. എനിക്ക് പേടിയായി. ഞാനും കുട്ടികളും മാത്രമേ വീട്ടിൽ ആ കടയ്ക്കകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അലറി വിളിക്കുന്നൊരു സൗണ്ടാണ് ഞാൻ കേട്ടത്. ശ്രദ്ധിച്ചപ്പോൾ അത് ചേട്ടനാണെന്ന് മനസ്സിലായി. ഞാൻ വേഗം പോയി കതവ് തുറന്ന് നോക്കി. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഏട്ടൻ പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അല്പസമയം ഇരിക്ക്, സമാധാനിക്ക്, പതിയെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാതാവിനെ ഞാൻ കണ്ടു, വീടിൻ്റെ സൈഡിൽ കൂടി നടന്നു പോകുന്നത് ഞാൻ കണ്ടു, എനിക്ക് പേടിയാകണു. അപ്പം ഞാൻ ചേട്ടൻ സ്വപ്നം കണ്ടതാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഓരോന്ന് ചിന്തിച്ച് ഞാൻ കിടക്കുമായിരുന്നു, ഞാൻ ഉറങ്ങിയില്ല, ഞാൻ കണ്ടതാ. നടന്നു പോകുന്ന വഴിയിൽ മുള്ളുണ്ടായിരുന്നു, 2 സൈഡും കുഴിയുണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കത് അറിയത്തില്ല. പക്ഷെ മാതാവ് ഇതുവഴി നടന്നു പോയി, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. പിറ്റേന്ന് മുതൽ ചേട്ടൻ നല്ലൊരു സാക്ഷിയായിട്ട് മാറി. ഒരുപാട് പേരോട് കൃപാസനത്തെക്കുറിച്ച് പറയാനും ഇവിടെ വരണമെന്ന് പറയാനൊക്കെ തുടങ്ങി. അങ്ങനെ തന്നെ പിന്നെ കാലിൻ്റെ മരവിരിപ്പിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി. സ്വന്തമായിട്ടൊരു ജോലിക്കൊന്നും ചേട്ടൻ പോകത്തില്ലായിരുന്നു. പിന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് അത് ഓടാനായിട്ട് തുടങ്ങി. കാലിൻ്റെ മരവിപ്പിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ അടുത്തതായി ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, മോൾക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു. അവൾ +2 കഴിഞ്ഞു. അടുത്തെന്ത് പഠിപ്പിക്കണം എന്നത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ അതിലേക്ക് വേണ്ടി തന്നെ ഞാനിവിടെ വന്നു. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു മാതാവിനടുത്ത്. എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല, അമ്മ തന്നെ എനിക്കൊരു തീരുമാനം എടുത്തു തരണം. എനിക്ക് ഹോസ്റ്റലിൽ വിട്ടൊക്കെ പഠിപ്പിക്കാനൊക്കെ പേടിയാണ്, ദൂരെ വിടാനൊന്നും എനിക്ക് ഇഷ്ടമില്ല. അടുത്ത ഏതെങ്കിലും ഒരു കോളേജിൽ തന്നെ മകൾക്കൊരു അഡ്മിഷൻ തരണമെന്ന് പറഞ്ഞു. മോൾക്ക് B.Pharm അഡ്മിഷൻ കിട്ടി. വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. എനിക്ക് 5 മിനിറ്റ് മതി അവളെ കോളേജിൽ കൊണ്ടാക്കാനായിട്ട്. അവളങ്ങനെ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ മകൻ നല്ലവണ്ണം പഠിച്ച് വന്നതായിരുന്നു. പക്ഷേ അവൻ 6ാം സ്റ്റാൻഡേർഡിലാണ്. ലോക്ക്ഡൗണൊക്കെ വന്നപ്പോഴത്തേനും പഠിത്തത്തിനൊക്കെ നല്ലവണ്ണം ഉഴപ്പി. BSൻ്റെ പേപ്പറൊക്കെ വാങ്ങി നോക്കിയപ്പോൾ അവന് 0 ആയിരുന്നു. ടീച്ചേഴ്സുമാരെന്നും സ്കൂളിൽ പോകുമ്പം പരാതിയായിരുന്നു, മകനൊന്നും പഠിക്കുന്നില്ല. പിന്നീട് ഞാൻ അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴും രാവിലെയും പഠിക്കാൻ പോകുമ്പോഴെല്ലാം ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവൻ വളരെ സന്തോഷത്തോടെ പേപ്പർ കൊണ്ട് എന്നെ കാണിച്ചു, അമ്മ 0 കിട്ടിയത്, എനിക്ക് ഫുൾ മാർക്കുണ്ട്. അവനിപ്പോൾ എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങി, അവൻ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ എന്നോട് പറയണത് അവനൊരു വൈദികനാകണമെന്നാണ് അവൻ ഇപ്പോൾ എന്നോട് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടം, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്.